യുവരാജ്, ഇപ്പോൾ ഇതാ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു പ്രതിപക്ഷത്തിന്റെ ഐക്യം എന്തായിരിക്കുമെന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് കഴിഞ്ഞ ടേമുകളിലൊക്കെ മോദി അധികാരത്തിലിരിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത് ലോക്സഭയിലെ അംഗബലം അനുസരിച്ച് അങ്ങനെ ഒരു നേതാവിൻ്റെ സ്ഥാനം നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. മാത്രമല്ല ആ പ്രതിപക്ഷ ബെഞ്ചിലെ അംഗങ്ങളുടെ എണ്ണം മാറിയിരിക്കുന്നു. മറിച്ച് ഭരണപക്ഷത്താകട്ടെ അതും ചിത്രം മാറിയിരിക്കുന്നു. അവിടെ കഴിഞ്ഞ മന്ത്രിസഭാ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീരുമാനങ്ങളൊക്കെ എടുത്ത് ശേഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ ഘടകകക്ഷികൾക്ക് നൽകിയാൽ മതിയായിരുന്നു. അതിൽ തൃപ്തരല്ലെങ്കിൽ ശരി എങ്കിൽ നിങ്ങൾ ഈ മുന്നണി വിട്ടുകൊള്ളൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു BJPക്ക്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പ്രതിപക്ഷം ഒരു ഭാഗത്ത് കരുത്താർജിക്കും എന്ന വെല്ലുവിളിയുണ്ട്, മറുഭാഗത്ത് ഒപ്പം നിർത്തുന്നവരെ ഇപ്പോഴിതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അവകാശവാദം ഉന്നയിച്ചാൽ ഉൾപ്പെടെ അത് പരിഹരിച്ചു പോവുക എന്നതൊരു വലിയ തലവേദനയായിരിക്കില്ലേ? അപ്പോൾ മൂന്നാം മോദി സർക്കാരിന് എത്രത്തോളം തിളങ്ങാൻ കഴിയുമെന്നൊരു സംശയം തുടക്കത്തിലുണ്ടായാൽ അതിനെ തള്ളിക്കളയാനാകുമോ? ിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ഇവിടെ വിജയിച്ചു എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 10 വർഷം രാഹുൽ ഗാന്ധി പോരാടി, രാഹുൽ ഗാന്ധി എന്തൊക്കെയോ ചെയ്തു, അങ്ങനെ അദ്ദേഹം വിജയിച്ചു, കോൺഗ്രസ് വിജയിച്ചു എന്ന് പറയുന്നതാണ്. ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് ഇപ്പോഴും 3 അക്കത്തില് നേരെ ചൊവ്വെ തൊടാൻ പറ്റാത്ത ഒരു പാർട്ടിയുടെ നേതാവായിട്ട് ഇരിക്കുന്നതിനെയാണോ, അങ്ങനെ ഒരു റിസൾട്ട് വന്നതിനെയാണോ ഇവര് വിജയം എന്ന് പറയുന്നത്? ഇതിനാണോ ഇവര് മത്സരിച്ചത്? പ്രതീക്ഷകളെക്കാളും വലിയ വിജയം എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ജൂൺ 4-ാം തീയതി എല്ലാവരുടെയും പ്രഡിക്ഷനെയും പ്രതീക്ഷകളെയൊക്കെ മറികടന്ന് വിജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ പ്രതീക്ഷിച്ചില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും ഇവർക്ക് ഇത്ര മനസ്സിലായില്ലേ ഇവർ തോറ്റു എന്ന്? ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പരാജയം. 44-ഉം 52-ഉം ഒക്കെ 99 ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പരാജയമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ 3ാമത്തെ വിജയമാണ്. ഇപ്പൊ 303, 283 കഴിഞ്ഞാൽ 240, 98-ലും 99-ലും ഭരിക്കാൻ വരുന്ന സമയത്ത് ചെയ്തിട്ടില്ല. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ വിജയമാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പരാജയമാണ് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് ഇതൊരു പരാജയപ്പെട്ടു എന്ന് മനസ്സിലായില്ലേ? അവര് ഇന്ത്യ മുഴുവൻ നടന്ന് ക്യാമ്പയിൻ നടത്തി, എല്ലായിടത്തും പോയി അവര് പല തരത്തില് എന്തെങ്കിലും ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞു, അത് ചെയ്യാമെന്ന് പറഞ്ഞു, ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ത്യൻ ജനത അവര് തള്ളിക്കളഞ്ഞു. അവർക്ക് ഇത് കണ്ട് മനസ്സിലായില്ലേ? എനിക്കിത് സാധാരണ കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് 3ാം ടൈമിൽ നരേന്ദ്രമോദി വരാൻ പോവുകയാണ്, BJP ഇവിടെ ജയിച്ചു, BJP ഇവിടെ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് എന്നുള്ളത്. പ്രതിപക്ഷ നേതാവിനെ കിട്ടിയതൊക്കെ വലിയ സംഭവമാക്കി അവതരിപ്പിക്കുന്ന തലത്തിലേക്ക് അവർ വീണ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ പ്രശ്നം. 2, അവരുടെ പ്രതിപക്ഷ മുന്നണി എന്തോ വലിയ ശക്തമായിട്ട് നിലനിൽക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവര് ഡൽഹി നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അവര് ഈ മുന്നണിക്കകത്തില്ലെന്നും ഞങ്ങൾ ഈ മുന്നണി വിടുകയാണെന്നും ആം ആദ്മി പാർട്ടി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ മുന്നണിയിൽ നിന്നുള്ള ആദ്യത്തെ കൊഴിഞ്ഞുപോക്കായിട്ട് നമ്മൾ അതിനെ കാണണം. ശരിയാണ്, ഇപ്പൊ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ കൈവക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിലേക്ക് വലിയ രീതിയിൽ ഇവർ വരുമായിരിക്കും. പക്ഷെ അവരുടെ മുന്നണി ഇപ്പൊ തന്നെ തമ്മിലടിച്ച് തുടങ്ങിയത്. എന്തിനാ മുന്നണിയിലേക്കൊക്കെ പോകുന്നത്? തൃശ്ശൂർ DCC ഓഫീസിന്റെ അകത്തുള്ള തമ്മിലടി നിർത്താൻ പറയുന്നേ. പിന്നല്ലേ അവർ വലിയ വലിയ കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്. തൃശ്ശൂരിലെ DCC ഓഫീസിന്റെ അകത്തുള്ള അടി നിർത്താൻ പറയും, അതിനുശേഷമല്ലേ മുന്നണിക്കകത്തുള്ള കാര്യം. പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തില് ഇപ്പോ എന്താണ്, അദ്ദേഹം വേറെ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, വാജ്പേയിയുടെ പേര് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയിട്ടില്ല, അദ്വാനിയുടെ പേര് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയിട്ടില്ല എന്ന്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം അങ്ങ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അബ്കി ബാരി അടൽ ബിഹാരി എന്നായിരുന്നു 98-ലെയും 99-ലെയും BJPയുടെ NDAയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അബ്കി ബാരി അടൽ ബിഹാരി എന്നുള്ളതായിരുന്നു. അതിൽ നിന്നാണ് അബ്കി ബാർ മോദി സർക്കാർ മുദ്രാവാക്യം തന്നെ 2014-ലേക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് നമ്മള്. അപ്പോ വാജ്പേയിയെ മുൻനിർത്തി അത്തരം സ്ലോഗൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് നടന്നിരുന്ന കോൺഗ്രസ്സുകാരും, ഇന്ദിരയെ ദുർഗയായിട്ട് അവതരിപ്പിച്ചു നോക്കിയാൽ നടന്നിരുന്ന കോൺഗ്രസ്സുകാരും, അതിന്റെ പേരിൽ വോട്ട് പിടിച്ചിരുന്നവരൊക്കെ ഇപ്പൊ വളരെ പെട്ടെന്ന് എടുത്തു കാണിക്കാൻ നല്ലൊരു ക്വാളിറ്റി ലീഡർ മുൻപിലില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിട്ട് പറയണം. അങ്ങനെ എടുത്ത് കാണിക്കുന്നതൊന്നും ശരിയല്ല.
ഞങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു നേതാവുണ്ടെന്നേ. അദ്ദേഹത്തിന് ആദ്യത്തെ ടൈമിൽ 283, രണ്ടാമത്തെ ടൈമിൽ 300, ഇപ്പൊ 240 കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ മൊത്തം വോട്ട് സീറ്റുകളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും 200 തൊടില്ല. തെരഞ്ഞെടുപ്പിൽ മാത്രം അദ്ദേഹത്തിന് 240 സീറ്റ് അദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ശരിയാണ്, UP-യിൽ ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, UP-യില് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സീറ്റ് നമ്പർ ഉണ്ടല്ലോ, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ അടുത്ത് എണ്ണിക്കൂട്ടി നോക്കിയാലും പിന്നെയും ഒരു ഇരട്ടിയും കൂടി വേണ്ടി വരും ഇപ്പോ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അത്ര പോലും എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെയാണ് എനിക്ക് കാര്യം വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാറുണ്ട്. ഞങ്ങൾ UP അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കല്ല മത്സരിച്ചിരിക്കുന്നത്, ഞങ്ങൾ 543 സീറ്റിലേക്കാണ് മത്സരിച്ചിരിക്കുന്നത്. ആ 543 സീറ്റ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളിലേക്കാണ് മത്സരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അപ്പോഴും ശ്രീ യുവരാജ് തീർച്ചയായും താങ്കൾക്ക് കോൺഗ്രസിനെയും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെയും ഒക്കെ ആ നിലയിൽ വിലയിരുത്താം. പക്ഷേ എന്റെ ചോദ്യത്തിലേക്ക് വരൂ. അതായത് കഴിഞ്ഞ 2 ടൈമിൽ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ മോദിയെ ഉയർത്തി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇതിപ്പോൾ നേരത്തെ തന്നെ ചർച്ചകളിലൊക്കെ പറഞ്ഞു പോയ ഒന്നുണ്ട്, BJP ആസ്ഥാനത്തെ ഫ്ലെക്സുകളിൽ പോലും NDA എന്ന് എഴുതി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറേണ്ടി വരുന്നു. താങ്കൾ ഈ പറഞ്ഞതുപോലെ മോദി ഉയർത്തി കാണിച്ചു, അങ്ങനെ ഒരു ബ്രാൻഡിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടു, അതിലൊന്നും തർക്കമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ബ്രാൻഡിന് കിട്ടിയ വാല്യൂ ഇടിഞ്ഞിരിക്കുന്നു. അത് ഇനി വെല്ലുവിളിയാകുമോ എന്നുള്ളതാണ് താങ്കളോടുള്ള ചോദ്യം. അഭിലാഷേ, നമുക്ക് കിട്ടിയപ്പോ ഒരു ഗവൺമെന്റിനകത്ത് മിനിസ്ട്രികളെ തീരുമാനിക്കുന്ന എങ്ങനെയാണ്? ഏറ്റവും അധികമുള്ള ആൾക്കാർക്ക് അതിന്റെ മേജർ ആയിട്ടുള്ളത് കൊടുക്കും. ഇപ്പൊ തന്നെ അവര് പല കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ ഏറ്റവും മേജർ ഭാഗം കിട്ടേണ്ടതാർക്കാണ്? ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്കാണ്. രണ്ടാമത് വരുന്ന കക്ഷിക്കായിരിക്കും അതിന് ശേഷമുള്ളത്. മൂന്നാമത് വരുന്ന ഇതാണല്ലോ സാധാരണ മുന്നണി മര്യാദ. അതിനനുസരിച്ച് ആ മുന്നണി മര്യാദ അനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ UDF എങ്ങനെയായിരിക്കും? ഇപ്പൊ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ UDF എങ്ങനെയായിരിക്കും മിനിസ്ട്രികളെ തീരുമാനിക്കുക, മിനിസ്റ്റേഴ്സിനെ തീരുമാനിക്കുക, മുന്നണി മര്യാദ തീരുമാനിക്കും? LDF എങ്ങനെയായിരിക്കും തീരുമാനിക്കുക? മുന്നണി മര്യാദ. അവിടെയാണ് ശ്രീ യുവരാജ്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഇപ്പോൾ 2014 നരേന്ദ്രമോദിക്ക് അധികാരത്തിലെത്തുമ്പോൾ 282, മറ്റൊരു സഖ്യകക്ഷികളെയും അധികമായി പരിഗണിക്കേണ്ടതില്ല. 2019 വരുമ്പോൾ 303, വീണ്ടും കരുത്താർജിച്ച സാഹചര്യം. ഇവിടെ ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ അടക്കം തെരഞ്ഞെടുപ്പ് വരുന്നു, ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും BJP-യോടൊപ്പം നിന്ന ശിവസേനയ്ക്ക്, BJP-യോടൊപ്പം നിന്ന NCPക്ക് കൃത്യമായ പരിഗണന നൽകേണ്ടി വരും, LJPക്ക് പരിഗണന നൽകേണ്ടി വരും. അവിടെ അംഗബലം കുറവായിരിക്കാം LJPയുടെ. മറുപടി പറയാം. കാരണം BJP ഇന്ന് വരെയും കേന്ദ്രത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ അധികാരമുള്ള സമയത്ത് പോലും ഘടകകക്ഷികളെ കൃത്യമായിട്ട് പരിഗണിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പരാതിയുടെ പേരിൽ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ പരാതിപ്പെടാൻ സാധിക്കുമായിരുന്നില്ല, അതിനുള്ള ശേഷി ഘടകകക്ഷികൾക്കുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഈ ഡേറ്റകൾ പരിശോധിച്ചപ്പോൾ 2019 ക്യാബിനറ്റ് റാങ്കുള്ള ഘടകകക്ഷികളുടെ എണ്ണം 4 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സർക്കാരിൽ ചില മാറ്റങ്ങളും അഴിച്ചുപണികളും ഒക്കെ ഉണ്ടായപ്പോൾ അത് സ്വാഭാവികമായി മാറിയിട്ടുണ്ടാകാം. ഇതിപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ടല്ലോ ശ്രീ ഗോകുൽ, അതായത് ആഭ്യന്തരം, പ്രതിരോധം, ഗതാഗതം, അല്ലെങ്കിൽ ധനകാര്യം, റെയിൽവേ പോലെയൊക്കെയുള്ള വകുപ്പുകൾ. ആ വകുപ്പുകളിലടക്കം ഉന്നം വയ്ക്കുമ്പോഴാണല്ലോ ഈ മുന്നണി സംവിധാനം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. അല്ല, UP-യെ ഭരിക്കുമ്പോൾ റെയിൽവേ ആരുടെയിലായിരുന്നു? കോൺഗ്രസിന്റെയിലായിരുന്നോ? അല്ലല്ലോ. അല്ല, അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ BJP എന്നുള്ളതാണ്. നിതീഷ് കുമാർ ആയിരുന്നു റെയിൽവേ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് പൂർണ്ണ ബഹുമതം എന്ന് പറയുന്ന കാര്യമുള്ള സമയത്ത് നമുക്ക് അതിനകത്ത് ഫ്രീ ഹാൻഡ് ഉണ്ടാവും ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. NDA ആവുന്ന സമയത്ത് പലരും ചർച്ച നടത്തേണ്ടി വരും. അതൊക്കെ അതിന്റെ സ്വാഭാവിക പ്രോസസ്സ് മാത്രമാണ്. അത് അതിൻ്റെതായ രീതിക്ക് നടന്നോളൂ. പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഒന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോ കേന്ദ്രത്തില് പൂർണ്ണ ബഹുമത്തോടുകൂടി അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരെയും പരിഗണിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ രാംദാസ് അത്താവലെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ MOS ആയിട്ടിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പാർലമെന്റിൽ ഒരു MP സ്ഥാനം പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ലോക്സഭയിൽ നിന്നുണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പോലും കൊടുത്ത് നമ്മൾ അങ്ങനെ പരിഗണിച്ച് തന്നെയാണ് മൊത്തം പോരുന്നത്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായത് എവിടെയാണ്? അതിപ്പോ JD-യുമായിട്ട് ബീഹാറിലായിരുന്നാലും ശരി തന്നെയാണ്, മഹാരാഷ്ട്രയിലായിരുന്നാലും ശരി തന്നെയാണ്. സ്റ്റേറ്റ് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പദവുമായിട്ട് സംബന്ധിച്ച് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്റ്റേറ്റിലെ വിഷയമാണ്, നമുക്ക് സ്റ്റേറ്റിൽ പരിഹരിക്കാവുന്ന വിഷയമാണ്. എന്തായാലും കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലൊരു വിഷയം ഉണ്ടായില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശ്രീ